എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറേ നാളത്തെ ഞാൻ ഇന്ന് വീണ്ടും വാഷിംഗ് ചെയ്യാൻ വേണ്ടി കയറുകയാണ്. നമ്മുടെ വാഷിംഗ് സെക്ഷനിലുള്ള 2 പേർക്കും സുഖമില്ല. ഒരാൾക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നടുവൊന്ന് കുളത്തി പിടിച്ചു. അടുത്ത ആൾക്ക് കണ്ണിന് ചെറിയൊരു ഇൻഫെക്ഷൻ. അപ്പോൾ 2 പേരും ജോലിക്ക് വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പണികൾ തീരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അവർ 2 പേരെ ഹെൽപ്പ് ചെയ്യാം, നേരെ വാഷിങ്ങിൽ കയറാം. ഞാനും കൂടി ഇന്ന് വാഷിങ് ചെയ്യാൻ കയറിയില്ലെങ്കിൽ നമ്മുടെ വർക്കുകൾ ഒത്തിരി പെൻഡിങ് കിടക്കുന്നുണ്ട്. ഇപ്പം 3-4 ദിവസമായി നമ്മുടെ മെയിൻ വാഷിങ്ങിലുള്ള ആൾ ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഒത്തിരി വർക്കുകൾ പെൻഡിങ് കിടക്കുന്നുണ്ട്. ആ വർക്കുകളൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ തീർത്തിട്ട് വേണം പഴയതുപോലെ കമ്പനി ഒന്ന് സോഫ്റ്റായിട്ട് തന്നെ ഓടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ തന്നെ അങ്ങോട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇറങ്ങാം. 2-3 മണിക്കൂർ ഞാൻ നിന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം ഫിനിഷ് ആവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വാഷിംഗ് സെക്ഷനിലേക്കുള്ള വീഡിയോ ആണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. വർക്കിൻ്റെ തിരക്കും കാര്യങ്ങളും അനുസരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഒന്ന് വർക്ക് തീർക്കാൻ വേണ്ടി ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് കുറച്ച് വീഡിയോസ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നേരെ പ്ലാന്റിൻ്റെ അകത്തേക്ക് പോകാം. പ്ലാന്റിൻ്റെ അകത്ത് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി വാഷിംഗ് ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് തുടങ്ങാം. വാഷിംഗ് സെക്ഷനിലേക്ക് കയറുവാണ്. വാഷിങ്ങിൽ ഇപ്പോൾ ഹോട്ടലിൻ്റെ തുണികളൊക്കെ വാഷിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഉണക്കിയ തുണികളാണ്. ഇനി നേരെ ഡ്രയറിലേക്ക് പോകാനുള്ളതാണ്. ഇതിപ്പോൾ ഓൾറെഡി വാഷ് ചെയ്ത് കഴിഞ്ഞ തുണിയാണ്. ഇതിങ്ങനെ നേരെ നമ്മൾ വെള്ളം സ്പിൻ ചെയ്ത് കളയാൻ വേണ്ടി ഹൈഡ്രോയിലേക്ക് ഇടണം. ഇപ്പോൾ വർക്കുകളെല്ലാം സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ ദിവസം ചെയ്ത് വെച്ചിരിക്കുന്ന തുണികളാണ്. ഇതെല്ലാം ഇപ്പോൾ ഹൈഡ്രോ ചെയ്താണ്. ഇതെല്ലാം ഇങ്ങനെ ഡ്രയർ കയറി ഉണക്കിയെടുക്കുക. അപ്പോൾ പണികളെല്ലാം ഫാസ്റ്റായിട്ട് നടക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റാഫുകൾ തുണികളെല്ലാം കളറനുസരിച്ച് സെപ്പറേറ്റ് ചെയ്ത് തുടങ്ങി. വാഷിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ഹൈഡ്രോയിൽ ഇപ്പോൾ തുണി കിടക്കുന്നുണ്ട്. ഇതാണ് ഹൈഡ്രോ. അതായത് ഈ ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വെള്ളം സ്പിൻ ചെയ്ത് കളയാൻ ഉപയോഗിക്കുന്ന മെഷീനാണ്. അപ്പോൾ ഹൈഡ്രോയ്ക്ക് അത് തുണി കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 10-20 മിനിറ്റ് ഞാൻ സ്പിൻ ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ വെള്ളമൊക്കെ പോകുന്നത്. പിന്നെ ഒരു മെഷീനിലാണെങ്കിൽ നമുക്ക് ഈവൻസിൻ്റെ കോട്ട്സ് കിടന്ന് വാഷ് ആവുന്നുണ്ട്. ഇപ്പോൾ അടുത്ത മെഷീൻ ലോഡ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെഷീനിലേക്ക് തുണികൾ ലോഡ് ചെയ്ത് വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കെമിക്കൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് ഈവൻസുകാരുടെ യൂണിഫോമുകളിൽ പെട്ടതാണ്. കുറേ ജുബകളുണ്ട്. വൈറ്റ് കളർ ജുബയുണ്ട്. ആ വൈറ്റ് കളറിൽ ഫുള്ള് സ്റ്റെയിൻസ് ആണ്. ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റെയിൻ പോയി കഴിയുമ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് മെഷീനിൽ നടക്കുന്നത് ഈവൻസുകാരുടെ പ്രില്ലിൻ്റെ വാഷിംഗ് ആണ്. പ്രിൽസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മെഷീനിൽ ഹൈഡ്രോ സ്പിന്നിങ് നടക്കുന്നുണ്ട്. പിന്നെ ഈ മെഷീനിൽ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ യൂണിഫോമും നേരത്തെ കാണിച്ച കുർത്ത കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെഷീനുകളിൽ ഇപ്പോൾ ലോഡാക്കിയിട്ടുള്ളത്. പിന്നെ അടുത്ത ലോഡ് ചെയ്തിരിക്കുന്നത് നേരെ ഡ്രയറിലാണ്. ഇതെല്ലാം ഇപ്പോൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് കിടക്കുന്ന തുണികളാണ്. നമ്മൾ നേരത്തെ കാണിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന തുണികളാണ്. ഞാൻ നേരത്തെ കാണിച്ചില്ല, കാർപ്പറ്റുകളെല്ലാം ഏകദേശം ഉണങ്ങി കിടക്കുവാണ്. കാർപ്പറ്റുകളൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ പാക്ക് ചെയ്ത് വിട്ടാൽ മതി. ഇതിപ്പോൾ ഡ്രയറിൽ നിന്ന് നമ്മളെടുത്ത യൂണിഫോംസാണ്. അത് ചൂടാറാൻ വേണ്ടിയിട്ടേക്കുന്നതാണ്. ഓൾറെഡി യൂണിഫോംസ് ഡ്രൈയിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് ഇനി ഇത് അയൺ ചെയ്തെടുക്കുക. ഇനി പിന്നെ നേരെ ഡ്രയറിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ നേരെ ഡ്രയറിൻ്റെ അത് നമുക്കിപ്പോൾ ഈവൻസുകാരുടെ പ്രിൽസ്, ചെയർ കവർ, ടേബിൾ ക്ലോത്ത് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഈവൻസിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം കഴിഞ്ഞ ദിവസത്തെ വർക്കുകളാണ്. അതെല്ലാം ഇപ്പം തന്നെ നമുക്ക് വാഷ് ചെയ്യാൻ കയറ്റണം. ഇത്രയൊക്കെയാണ് നമുക്ക് ഈവൻസ് സംബന്ധമായിട്ടുള്ള പുതിയതായിട്ട് വന്നിരിക്കുന്ന വർക്കുകളും കാര്യങ്ങളും. നമുക്ക് ഒത്തിരി വർക്കുകൾ പെൻഡിങ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി വർക്കുകൾ നമുക്ക് പെൻഡിങ് ഉണ്ട്. ഇന്ന് മാക്സിമം വർക്കുകളും ചെയ്ത് തീർക്കണം. പിന്നെ ഇത് ഷെഫ് കോട്ടുകളും കാര്യങ്ങളുമാണ് ഈ കിടക്കുന്നത്. ഇതെല്ലാം വാഷ് ചെയ്യാനുള്ളതാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ മുണ്ടുകൾ വാഷ് ചെയ്യാൻ വന്ന ധോത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാഷ് ചെയ്യാൻ വന്ന് നടക്കുന്നുണ്ട്. ഇത് ഒരു ഡ്രയർ തന്നെയാണ്. ഇത് ചെറിയ ഡ്രയറാണ്. നമ്മളത് അധികം യൂസ് ചെയ്യാറില്ല. ഓവർലോഡ് വരുമ്പോൾ മാത്രമാണ് ഈ ഡ്രയർ യൂസ് ചെയ്യാറുള്ളൂ. ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ നമ്മൾ വാഷിങ് നല്ല സ്പീഡിൽ നടത്തുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വാഷിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ആ സ്റ്റാഫിന് സുഖമില്ലാതായി പോയതുകൊണ്ടാണ് ഇത്തരം വർക്കുകൾ ഡിലേ ആവാൻ കാരണം. അല്ലെങ്കിൽ നമുക്ക് വർക്കുകളൊക്കെ കുറേ കൂടി ഫാസ്റ്റായിട്ട് ഇറങ്ങി പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് മാക്സിമം വർക്കുകളൊന്ന് ഫിനിഷ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പോൾ യൂണിഫോമിൻ്റെ വാഷിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മളിപ്പോൾ നേരെ
സ്പിൻ ചെയ്യുന്നതിന് വേണ്ടി ഇന്നലെ ഡ്രമ്മിലേക്ക് യൂണിഫോംസൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മുടെ മെഷീനിൽ യൂണിഫോംസ് വാഷ് ചെയ്തിട്ട് റിട്ടേൺ എടുക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ യൂണിഫോം വാഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രാവശ്യം വാഷ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമുക്കൊന്ന് 4 പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ വാഷ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പ്രീ വാഷ് എന്നുള്ള രീതിയിൽ വിത്തൗട്ട് ഡിറ്റർജൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒന്ന് വാഷ് ചെയ്യും. അതിനുശേഷം ഡിറ്റർജൻസ് കെമിക്കൽ അപ്ലൈ ഉണ്ടാണെങ്കിൽ കെമിക്കൽ അപ്ലൈ ചെയ്ത് അങ്ങനെ വാഷ് ചെയ്യും. പിന്നെ 2 പ്രാവശ്യം റിൻസാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മെഷീൻ്റെ ഫസ്റ്റ് റിൻസ് എന്ന് പറയുന്നത് മെഷീൻ്റെ ഒരു അരഭാഗം വെള്ളം കയറ്റിയിട്ടുള്ള റിൻസാണ്. അപ്പോൾ തന്നെ അത്യാവശ്യം സോപ്പിൻ്റെ അംശമൊക്കെ പോവും. പിന്നെ രണ്ടാമത്തെ റിൻസ് എന്ന് പറയുന്നത് 3/4 ഭാഗം വെള്ളം കയറ്റിയിട്ട് ആണ്. അതെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള രണ്ടാമത്തെ റിൻസ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ന്യൂട്രലൈസർ അപ്ലൈ ചെയ്ത് കെമിക്കലിൻ്റെ പവറെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള ഈവൻസിൻ്റെ ലോണ്ടറി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. ഇതിപ്പോൾ ഈവൻസുകാരുടെ യൂണിഫോമാണ്. അവരുടെ യൂണിഫോം മാത്രമല്ല അവരുടെ കുർത്ത കാര്യങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഈവൻസിൻ്റെ അടുത്ത ടൈപ്പ് ക്ലോത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചവർണ്ണ കളറുകളുള്ള ക്ലോത്താണത്. എല്ലാവിധ കളറും ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് കരിമ്പനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പൂക്കോളും. അതിനുള്ള കെമിക്കൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ ഫസ്റ്റ് ഈവൻസിൻ്റെ ലാസ്റ്റ് സെറ്റ് ഓഫ് വാഷിംഗ് ആണ്. ഇതോടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈവൻസിൻ്റെ വാഷിംഗ് ആണ്. നമുക്കിപ്പോൾ അടുത്ത ഈവൻസിൻ്റെ സാധനങ്ങൾ അവർ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്ന രണ്ടാമത്തെ ഈവൻസിൻ്റെ വർക്കാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ ഫുള്ളായിട്ട് ഹോട്ടൽസിൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ രണ്ടാമത്തെ ഈവൻസിൻ്റെ വർക്കാണ്. അവിടെ ആൾക്കാർ ഇന്ന് തുണികളും കാര്യങ്ങളെല്ലാം മടക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നേരത്തെ ഈവൻസിൻ്റെ സ്റ്റെയിൻസ് ആയിട്ട് വന്ന ജുബകളാണ്. നേരത്തെ ആ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. ഇത് ഫുള്ള് സ്റ്റെയിൻസ് ആയിട്ട് വന്ന ജുബകളാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെയിൻസും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. മഞ്ഞൾക്കറയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് ശരിക്കും ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാലാണ് മനസ്സിലാവത്തുള്ളൂ. ഇതിപ്പോൾ വെള്ളത്തോട് കൂടി തന്നെ അഴയെ കിടക്കുന്നതുകൊണ്ട് മനസ്സിലാവില്ല. ഇതിങ്ങനെ ഹൈഡ്രോ ചെയ്യാനുള്ളതാണ്. അതിനുശേഷം ഡ്രയറൊക്കെ ചെയ്ത് തേച്ചൊക്കെ കഴിയുമ്പോഴാണ് ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവത്തുള്ളൂ. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ട് ഇത് കാണിച്ചെന്നേ ഉള്ളൂ.